കാരണം ഭാരതത്തിലെ ഇന്നത്തെ അവസ്ഥ അവരുടെ ഭാഷയിൽ അവരെ ധരിപ്പിക്കുന്നു. അത് നല്ല കാര്യം. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. അത്ര പ്രമുഖമായ വിഷയത്തല്ല. കലികാലം ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാശില്പം പൂർത്തിയായി. പെരുവഴിയിൽ നിന്നാൽ കാണുക, വഴിവിട്ട് നിന്നാൽ അതല്ലാതെ കാണുക. ഒറ്റക്കാലിൽ നിൽക്കയാണ് കാളം. പിന്നിലെ ഇടംകാലിൽ ദേഹഭാരം മുഴുവൻ കയറി ഏകാഗ്രതയാൽ മുറുകി. നിൽപ്പിന്റെ കാഠിന്യം കുറയ്ക്കാനായി കാലൽപ്പം നടുവിലേക്ക് നീക്കാനോ കാലിന് അല്പം തട്ടിക്കൂട്ടാനോ ശ്രമിച്ചിട്ടില്ല. വാലിനറ്റത്തെ രോമം പോലും ഒന്നുദാസീനമായാൽ അന്തിനിമിഷം നിലംപതിക്കും എന്ന് ആ കാളയ്ക്കറിയാം. നിവർന്നു നിൽക്കുന്ന കാതുകളിലെ തടിച്ച ഞരമ്പുകൾ, മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച തല, എടുത്തു പിടിച്ച ചുമൻ, വലിഞ്ഞു നിൽക്കുന്ന വയർ, ഭാരം ആ ഒറ്റക്കാലിൽ വെളിയിലേക്ക് തൂവാതിരിക്കാൻ സദാ ഞെരുങ്ങുന്നു. ഉള്ളതും ഇല്ലാത്തതും കൊണ്ട്, പോയതും വന്നതും കൊണ്ട് ഉഴുതുന്നുണ്ട് അത് വീഴാതിരിക്കാൻ. സത്യത്തിൽ ഈ കാള നിൽക്കുകയല്ല, വീഴാതിരിക്കുക മാത്രം. അതൊട്ട് വലുതായിരുന്നു. മുന്നിൽ അധിക നേരം നിൽക്കാനാവില്ല. നമുക്ക് കാലുകൾ കുറയും. കൊണ്ട് വീർപ്പിടാനുള്ള സ്വാതന്ത്ര്യം പോലും ബാക്കിയില്ലെന്ന് ഇവിടെ നിൽക്കുമ്പോൾ അറിയുന്നു. നിലനിൽപ്പിന്റെ യാതന ഒറ്റയ്ക്ക് സഹിക്കുന്നു. സംഭവിക്കരുതാത്തതിൽ ഒന്നുകൂടി സംഭവിച്ചാൽ ആ കാള നിലംപതിക്കും. ശേഷിക്കുന്നതിൽ പിടിച്ചു നിൽക്കുകയാണ്. ആ ശേഷിക്കുന്നതിന് അല്പം തട്ടി കൂടി കിട്ടിയ ഈ ഇലക്ഷനിൽ ആ കാളയ്ക്ക് ഒന്നുകൂടി പിടിച്ചു നിൽക്കാനുള്ള അവസ്ഥ വന്നു ചേർന്നിരിക്കും. അത് നമ്മളെ സമാധാനിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു സത്യവുമാണ്. അപ്പോഴും അത് ഒറ്റ കാലിൽ തന്നെയാണ് എന്നതാണ് ഇങ്ങനെ ഒരു പുസ്തകം ചർച്ചാ വിഷയമാക്കിയപ്പോൾ അതിൽ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിച്ചതിൻ്റെ ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചത് അതിനൊരു കാരണം 500 പേജ് പുസ്തകത്തിൽ എനിക്ക് 72. ഇനി സെലക്റ്റീവായിട്ട് വേണം ഞാൻ വായിക്കും. പല പുസ്തകങ്ങൾക്ക് പകരമുള്ള ഒരു പുസ്തകം, പല വരികൾക്കും പകരമുള്ള ഒരു വരി, അങ്ങനെയൊക്കെ എനിക്ക് സാധിക്കും. അപ്പോൾ ഈ 500 പേജ് ഞാൻ എങ്ങനെ വാങ്ങിച്ചു? പൈസ കൊടുത്ത് നേരത്തെ വീട്ടിൽ വാങ്ങി കൊടുത്തു. അങ്ങനെ അതാണ് ഒരു പ്രയാസം. മാത്രമല്ല, ഞാനൊരു പ്രത്യേക തരക്കാരനാണ്. എമേഴ്സന്റെ ഒരു ശിഷ്യനാണെന്ന് പറയാം. ഒരു വാക്ക് മുഷിഞ്ഞാൽ ഞാൻ ആ കവിത വായിക്കുന്നു, ഒരു വരി മുഷിഞ്ഞാൽ ഞാൻ ആ ഗദ്യവും വായിക്കുന്നു. അത്ര ഉന്മേഷകരമായി വായിച്ചാൽ മതി. നമുക്കെന്താ പല ചുമതലയുമാണ് പുസ്തകം വായിക്കുക. അതുകൊണ്ട് അതേ വായിക്കും. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഈ പുസ്തകം പക്ഷേ തുടക്കത്തിൽ വെല്ലുവിളിച്ചു വായിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഈ തിരക്കിനോട് അത് നീതി കാണിക്കുകയില്ല. അത് എൻ്റെ സെലക്റ്റീവായ ഒരു പുസ്തകം മാറുകയും. രണ്ടാമത് ഞാൻ വായിക്കാൻ പഠിച്ചതിൻ്റെ കാര്യം, ഇത് ഗാന്ധിവധത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഗാന്ധിവധത്തെ മലയാളത്തിലിപ്പം ഈ ഫിക്ഷൻ ഏതാണ്ട് അസ്തമിക്കുകയും നോൺ ഫിക്ഷൻ ശക്തിപ്പെടുകയും ചെയ്തു. പലപ്പോഴും നോൺ ഫിക്ഷൻ ഫിക്ഷൻ എന്ന രൂപത്തിലാണ് വരുന്നത് എങ്കിലും നോൺ ഫിക്ഷൻ ആണ് പലരും. അപ്പോൾ ഈ നോൺ ഫിക്ഷനോട് വിരോധം, കാരണം നോൺ ഫിക്ഷൻ
മനുഷ്യൻ എഴുതാൻ വിക്കിപീഡിയയുടെ സൗകര്യമുള്ള ഒരു കാലത്ത് അത്ര പ്രയാസമില്ല. നിങ്ങൾക്ക് ധാരാളം വിവരങ്ങൾ ശേഖരിച്ച് എഴുതാവുന്നതാണ്. പക്ഷേ ഫിക്ഷന്റെ ശക്തി, ഇപ്പൊ കാഫ്കയുടെ ഒരു നോവൽ ഈ ഹിറ്റ്ലറുടെ കാലത്ത് അല്ലെങ്കിൽ മുസോളിനിയുടെ കാലത്ത് സ്റ്റാലിന്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഒക്കെ എത്ര അന്വർത്ഥമായി തീരുന്നു എന്നത് അത് ഏതെങ്കിലും വിവരങ്ങൾ സംഭരിച്ച് എഴുതപ്പെട്ടതുകൊണ്ടല്ല, അത് സൂക്ഷ്മമായി സ്വന്തം കാലത്തിലെ ഫാസിസ്റ്റ് പ്രവണതകൾ വീട്ടിലെ തീന്മേശയിൽ പോലും അച്ഛൻ്റെ മുമ്പിൽ താൻ അനുഭവിച്ച ഒരു പ്രതിരോധമില്ലായ്മയെ പതുക്കെ ഒരു ഫിക്ഷന്റെ ശക്തിയായി മാറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ ഒരു സഹായമല്ല, ചിലപ്പോ അത് ഒരു നിസ്സഹായതയുമായി. പക്ഷെ ഈ നോവൽ അതിനെയും തോൽപ്പിച്ചു. കാരണം ഇത് യഥാർത്ഥ വിവരങ്ങൾ തന്നെയാണ് കൂടുതലും എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അയാൾക്കറിയാം ഈ കാലം നമ്മൾ സൃഷ്ടിച്ചില്ലെങ്കിൽ പോലും ഒരു ഫിക്ഷനേക്കാൾ ഫിക്ഷനാണ്. അങ്ങനെ അങ്ങനെ ട്രോളുകൾ അങ്ങനെ ഉണ്ടാക്കി ലോകത്തെ നശിപ്പിക്കാവുന്ന വിധത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ ഫിക്ഷൻ ശക്തമായി തീരുകയും എഴുത്തിൽ ഫിക്ഷൻ താരതമ്യേന അശക്തമായി തീരുകയും ചെയ്യുക ഒരു കാലമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഫിക്ഷനെ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തുടർച്ചയായിട്ട് വായിക്കാൻ കഴിയുന്നു ഈ 500 രൂപ. മറ്റൊന്ന്, ഇത്തരം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ആർക്കും നഷ്ടപ്പെടും. ഇപ്പോൾ നേരത്തെ സ്വാഗത ഭാഷയിൽ വായിച്ച കവിത അതിൽ ആർക്കും വിഷയം ഇങ്ങനെ പറഞ്ഞു, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആർക്കും കൂടി ഉണ്ടെങ്കിൽ അതെത്ര ശക്തമാകുമെന്ന് ഇപ്പോഴും ഒരു കാക്ക നമ്മുടെ ജീവിതത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ആർട്ടാണ്. അതുകൂടാതെ അപ്പോൾ ഈ ആർട്ടും ഈ സത്യവും ട്രൂത്തും തമ്മിൽ എങ്ങനെ യോജിച്ചു പോകും? അതും വിനോദ കൃഷ്ണ മനോഹരമായി ഇണക്കിയിരിക്കുന്നു. ഒന്നാം തരം വാക്യങ്ങളുള്ള കവിത അതിശക്തമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഷ, നല്ല കാവ്യപരിചയമുള്ള നല്ല സാഹിത്യപരിചയമുള്ള ഒരാൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഈ പുസ്തകം എന്നതാണ് മൂന്നാമത്തെ വലിയ ഒരു പ്രധാനം. മൈക്രോസ്ഫിയർ മുതൽ ചിലർക്ക് ഈ പുരോഗമന കാലത്ത് കൃഷി നല്ല കവിതകൾ എഴുതിയിരിക്കുന്നു. പക്ഷേ വലിയ കവിതകൾ എഴുതിയിട്ടുള്ളത് മാസ്റ്റർമാണ്. അതുപോലെ അന്ന ആത്മത്തോടി അവരെയൊക്കെ ശിക്ഷിക്കുകയാണ് സ്റ്റാലിൻ ചെയ്തത്. അപ്പോൾ ആർക്കും ഈ ട്രൂത്തും കൂടി യോജിച്ചു കൂടില്ല. മലയാളത്തിൽ വലിയ ശക്തമായിട്ടുള്ള കൃതികളൊന്നും സൃഷ്ടിക്കാൻ പുരോഗമന സാഹിത്യത്തിന്. പക്ഷേ ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകളിൽ മരുഭൂമികളുണ്ടാകും. എത്ര പുരോഗമനപരമായി പുരോഗമിക ബ്രാൻഡില്ലാതെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഈ കാലത്ത് ഈ ഗോവർദ്ധന യാത്രകളിൽ ഒരു നോവൽ നോക്കുക. ഒരാളുടെ ആൾ ഭിത്തി ഒഴിച്ചപ്പോൾ ചത്തുപോയപ്പോൾ ആ ആൾ അത് പരാതിപ്പെടുകയാണ്. എൻ്റെ ആട് ചത്തുപോയിട്ടും അതിന് കാരണമായിട്ടുള്ള ആളെ ശിക്ഷിക്കണം. കാരണമായിട്ടുള്ള ആളെ ശിക്ഷിക്കണം. വിധി കെട്ടുന്ന ആളെയാണ് ശിക്ഷിക്കപ്പെടുന്നേ ഉള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊന്നുമല്ലായി ഉത്തരവാദി, ഞാൻ വിധി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യുവതി കൂടെ അവളാണ്. അപ്പോൾ അവളെ ശിക്ഷിക്കണം. അവളോട് ചോദിച്ചപ്പോൾ അതിന് ഞാനൊന്നുമല്ല, ഞാൻ
അങ്ങനെ കയറുണ്ടാക്കിയപ്പോൾ ഈ തുന്നൽക്കാരന്റെ കഴുത്തിന് ഭാവമല്ല ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ പിന്നെ എങ്ങനെ ശിക്ഷിക്കുക? ഇനി ഈ കയറിന്റെ കുടുക്കിന് ഭാഗമായിട്ടുള്ള ഒരു കഴുത്ത് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചാണ് ഗോവർദ്ധന്റെ തല പ്രാണികൾക്ക് ഭാരതത്തിൽ നീതി ഇങ്ങനെ അനീതിയായ ഒരു കാലത്ത് നീതി അസംബന്ധിതമായി തീരുന്നത് എത്ര ശക്തമായിട്ടാണ് ആനന്ദ് ആവിഷ്കരിച്ചത്. അന്ന് മൊറാലിറ്റിയിലൊക്കെ വലിയ വിശ്വാസമുള്ളതാണ്. അത് കാരണം കവിഞ്ഞ അത്തരം വിഷയങ്ങളൊന്നും അദ്ദേഹം നമ്മുടെ വിനോദ് കൃഷ്ണൻ അങ്ങനെയുണ്ട്. അയാൾക്ക് ഇൻജസ്റ്റിസിനോട് വിരോധമുണ്ട്, ഇമ്മൊറാലിറ്റിയോട് ആവശ്യമുണ്ട്. എന്നാൽ അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഒരു പടി മുന്നിലാണ് വിനോദ് കൃഷ്ണന്റെ ഈ 9mm പെരേറ്റ എന്ന് പറയുന്ന ഈ പുസ്തകം. ഇതാണ് പ്രധാനം. ആർട്ടായിരിക്കും ആ കാരണം എന്താ? ഇപ്പോഴേ ഇത് ശക്തമായിട്ട് എന്തോ അങ്ങനെ നമ്മൾ ഒരു പാക്കിങ് ഒരുപാട് കാര്യങ്ങൾ കൊള്ളണമെങ്കിൽ അത് ആർട്ടിസ്റ്റുമാരെന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പൊ അതും ആയിരിക്കുന്നു ഈ പുസ്തകം. ഇനി ഈ പുസ്തകത്തിൽ ഗാന്ധിവധം മാത്രമല്ല, ഗാന്ധിവധമാണെങ്കിൽ അതൊരു പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ വിവരണമായി തീരുമാനം. ഗാന്ധിവധം നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു കണ്ടെത്തൽ. എന്താണ് ഏറ്റവും പുതിയ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായ അതിന്റെ ഉത്തരം ഗാന്ധിവധം നിമിഷം തോറും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ വസ്തുത രണ്ട് വിധത്തിലാണ് വിനോദ് കൃഷ്ണ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒന്ന്, ആ കഥ പുസ്തകമായി തന്നെ. രണ്ടാമതായി ഈ കാലത്ത് നടക്കുന്ന ഗാന്ധിവധം അതും ഒരു പിസ്റ്റൾ ഉപയോഗിച്ചിട്ടാണല്ലോ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നതെന്തിനാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം പാകിസ്ഥാന് 55 കോടി രൂപ കൊടുക്കാൻ ഉള്ളത് കൊടുത്തിരിക്കുന്ന 55 കോടി കൊടുത്തിരിക്കണം എന്ന് പറയുന്നു. അത് ഇന്ത്യക്കാരുടെ പണം എങ്ങനെ കൊടുക്കും എന്ന് ഈ അന്നത്തെ ഹിന്ദുക്കൾ ചോദിക്കുന്നു. അതിനു മുമ്പേ 2024 പ്ലാൻ ചെയ്ത ഒരു നാടാണ് 2024 വരും എന്ന് പറഞ്ഞെങ്കിലും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെയും മറ്റും ശ്രമഫലമായി ആ വിചാരിച്ച രീതിയിൽ ഒരു ഹിന്ദു രാഷ്ട്രം വരാതിരിക്കുകയും ചെയ്തു. പക്ഷെ നമ്മളെല്ലാവരുടെയും ശ്രമഫലമായി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ 2024 തുടങ്ങുന്നതാണ് ഈ പണി. ഗാന്ധിവധത്തിനുള്ള ഒരുക്കങ്ങൾ, ഗാന്ധി ശക്തിപ്പെടുന്നതിന് മുമ്പേ ഗാന്ധിയെ കൊല്ലാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഗാന്ധി ഒരു പ്രതീകമാണ്. ആ പ്രതീകം ഇന്ത്യക്ക് നല്ലത്. ഗാന്ധിയെ കൊന്നതോടുകൂടി ഇന്ത്യ നട്ടലില്ലാത്തവരുടെ നാടായിരുന്നു. ഗാന്ധിയെ കൊന്നതോടുകൂടി ഇന്ത്യ നട്ടലില്ലാത്തവരുടെ നാടായിരുന്നു. ഗാന്ധിയെ കൊന്നതോടുകൂടി ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തേക്കാൾ അധികാരമുള്ള ഒരു നാട് നമുക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കും എന്ന്. ഗാന്ധി എതിർന്നു നിൽക്കുന്നത് ഹിന്ദുവിന്റെ ആശയങ്ങൾ. ഗാന്ധിയും ഗോഡ്സെ രണ്ടുപേരുടെ കയ്യിലുണ്ടായിരുന്നു. കൊല്ലാൻ പോയ ഗോഡ്സെയുടെ കയ്യിലും മരിച്ച ഗാന്ധിയുടെ കയ്യിലും ഭഗവത്ഗീത ഉണ്ടായിരുന്നു. അങ്ങനെ കൊല്ലാൻ പോയ ഗോഡ്സെയുടെ കയ്യിൽ എന്തുകൊണ്ടാണ് RSSന്റെ ഒരു സവിശേഷത അതാണ്. അവരിലുള്ളത് ലിബറലിസം, ഗാന്ധിയിലുള്ളത് എന്താ ലിബറലിസം? അക്ഷരാർത്ഥത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനെയാണ് ലിബറലിസം. ഭഗവത്ഗീതയിൽ യുദ്ധം ചെയ്യൂ, ആയുധമെടുക്കൂ, കൊല്ലൂ എന്നാണ് അക്ഷരാർത്ഥത്തിൽ പറയുന്നത്. ഗാന്ധി വായിക്കുന്നത് അവനാപരികരമെങ്ങനെ ഭോഗമെങ്ങനെയെന്ന
ഗാന്ധി വായിക്കുന്നത് പാവനവും അന്നും അക്കാലത്തെ നീതിയായിരുന്നു അത് എങ്കിൽ ഇന്ന് ഇക്കാലത്തെ നീതി എന്താണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത് എന്ന് ഗാന്ധി മനസ്സിലാക്കി. അപ്പോൾ അഹിംസാവാദമാണ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീത. ഈർഷ്യ കൂടാതെ നീ യുദ്ധം ചെയ്യുക. ആ ഈർഷ്യയാണ് ഗാന്ധി അതിൽ നിന്നും എടുത്തത്. ആ ഈർഷ്യയാണ് ഗോഡ്സെ അപ്പലെടുത്തത്. ഗാന്ധി എടുക്കാതിരുന്നു. ഈർഷ്യയില്ലാതെ യുദ്ധം ചെയ്യുക എന്ന വസ്തുത ഗാന്ധി സ്വീകരിക്കുകയും ഈർഷ്യയോടുകൂടി യുദ്ധം ചെയ്യുക എന്ന വസ്തുത അത് സ്വീകരിച്ചു. ഗോഡ്സെ സ്വീകരിച്ചു. രണ്ടുപേരുടെ എഴുതി ഭഗവത്ഗീത കാരണം ഗാന്ധി എപ്പോഴും അങ്ങനെയായിരുന്നു.